ഈ കുനിഞ്ഞും എല്ലാം കാണിച്ചുകൊണ്ടും വീഡിയോ എടുക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇന്നാളെ തന്നെ നമ്മുടെ ബ്രൂട്ടോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ, ഒരു റോസ് ചാനൽ. ആ പയ്യൻ ഇട്ടിരുന്ന വീഡിയോ ആക്ച്വലി എനിക്ക് അത്രയും എക്സ്ട്രീംലി പറയാനും മാത്രമുള്ള ഇതില്ല എങ്കിലും ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ പലതും ഭയങ്കര കറക്റ്റാണ്. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഈ കുനിഞ്ഞു കിടന്ന്, ഞാൻ കുനിഞ്ഞു കിടന്നൊക്കെ വീഡിയോ എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും കാണിച്ചുകൊണ്ടല്ല. ഞാൻ പല ഡ്രസ്സസും ഒരുപാട് ഇറങ്ങിയ രീതിയിലും എല്ലാം ഇടാറുണ്ട്. പക്ഷേ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. നമ്മൾ ഓവറായിട്ട് കുനിഞ്ഞ് ട്രൈപ്പോഡൊക്കെ എടുത്ത് താഴെ വെച്ച് മാക്സിമം എല്ലാം കാണിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്നത്, നിങ്ങൾ സത്യത്തിൽ എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ കഴിവാണോ, അതോ നിങ്ങളുടെ നെഞ്ച് നിങ്ങളുടെ വയറുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുക. പലവരും പല ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ വിളിക്കാൻ തോന്നുന്നത്? നിങ്ങൾക്ക് എല്ലാം കുനിഞ്ഞ് കാണിക്കുന്നതിനാണോ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡ്രസ്സ് ഇടുന്നതിനോ ഒരു ഷോർട്സ് ഇടുന്നതിനോ ഒരു ക്ലീവേജ് കാണിക്കുന്നതിനോ അല്ല ഞാൻ പറയണേ. ഈ കുനിഞ്ഞ് കിടന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതിൻ്റെ ഡിഫറൻസ്, അതും മാന്യമായിട്ട് ഷോർട്സ് ഇടുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ലെഗിൻസ് ആയിരുന്നു ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട്, കാല് കാണിക്കണം എന്നാൽ കാണിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾ ജട്ടിയിട്ട് വേണമെങ്കിൽ നടക്കുന്നേ, പക്ഷേ ഈ കാല് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കോപ്രായങ്ങൾ കാണിക്കാതിരുന്നൂടെ? കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കണ്ണാടിയൊന്നും അല്ല ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ശരിയാണ്, തുണി മാറുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ അവൻ പറയുന്നുണ്ട് ഒരാണിത് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കാണുമെന്ന്. ശരിയാണ്, ആണുങ്ങൾ കാണുകയാണെങ്കിൽ ചെയ്യില്ല. ആണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ എല്ലാ വീഡിയോസ് ഇതുപോലെ ഇരുന്ന് കാണുന്നത്. പലർക്കും പലതും പറയാനുണ്ടാവും ഇതിനെപ്പറ്റി. ഞാൻ ആരെയും വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ഒന്നും ഇടപെടുന്നതല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇടാം, നിങ്ങൾക്ക് ഷർട്ട് ഇടാം, നിങ്ങൾക്ക് കുനിഞ്ഞ് നിൽക്കുക, നിങ്ങൾക്ക് ഷോർട്സ് ഇടാം, നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ബട്ട് ഡോണ്ട് എക്സ്പോസ് യുവർ സെൽഫ് ടു മച്ച്. ഇറ്റ് ഈസ് യുവർ ബോഡി, അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ തന്നെ ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് അത് സ്വന്തം ബോഡിയെ വിറ്റ് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളെ വേറെ പേര് വിളിക്കുന്നതിലും വലിയ അർത്ഥ വ്യത്യാസമൊന്നും ഇല്ലാത്ത പോലെ. അതുകൊണ്ട് പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് യുവർ ബോഡി ടു ഗെറ്റ് വ്യൂസ്. യു ക്യാൻ വെയർ എനിത്തിങ് ആസ് മച്ച് ആസ് യു വാണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാം നിങ്ങളുടെ തന്നെ. പക്ഷേ ഈ ഓവറായിട്ട് എക്സ്പോസ് ചെയ്ത് ഓവറായിട്ട് കുലുക്കി കാലും കൈയും കുണ്ടിയും മാത്രം കാണിക്കുന്ന ഈ ഒരു പരിപാടി ഒന്ന് നിർത്തുന്നത് എന്തുകൊണ്ടും എപ്പോഴും നമ്മുടെ ഫോളോവേഴ്സൊക്കെ നമ്മുടെ കണ്ടന്റ് കണ്ടിട്ടായിരിക്കണം വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കണ്ടിട്ടായിരിക്കണം വരിക. അല്ലാണ്ട് നമ്മുടെ ദേഹം കണ്ടിട്ടോ നമ്മുടെ ശരീരം കണ്ടിട്ടോ ആവരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ശരിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ തോന്നുമോ? മിക്ക കമന്റ്സിനകത്തും കാണിക്കാറുണ്ട്, അയ്യോ ഇതെന്താ കാണിക്കണം. ശരിയാണ്, ചോദിച്ചു പോകുക ആരാണെങ്കിലും. അതിന് വന്നിട്ട് കൂടുതൽ റിയാക്ട് ചെയ്യരുത്. പക്ഷെ റിയാക്ട് വളരെ നന്നായിട്ടും അത്ര മോശമല്ലാതെ പെരുമാറുന്നവർക്കും ഈ കമന്റ്സ് വരാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓവറായിട്ട് കാണിക്കുന്നവർ ഭയങ്കര എക്സ്പോസിങ് തന്നെയാണ്. ഇത്രയും കുലുക്കി കാണിക്കേണ്ട ഒരാവശ്യമില്ല. പ്ലീസ് അവരുടെ വീഡിയോസ് ഇടാതിരിക്കുക പ്ലീസ്. ഇനി അല്ലെങ്കിൽ ശരിയാണ്, കാണാതെ ഞങ്ങൾ പൊക്കോളാം പ്ലീസ്. എന്നാലും ഇങ്ങനെ കുലുക്കി സ്വന്തം ബോഡിയെ വിൽക്കുന്ന രീതിയിലുള്ള വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യരുത് പ്ലീസ്.